നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-മായി വലിയ രീതിയിൽ പൊട്ടിത്തെറിയിലെത്തുകയും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്ത EP ജയരാജൻ വീണ്ടും സജീവമാകുകയാണ്. EP ജയരാജനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നു. അങ്ങനെ പിണറായി തന്നെ വീണ്ടും EP ജയരാജനെ തിരിച്ചെത്തിച്ചിരിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ. ഇപ്പോൾ EP ജയരാജൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയാണ്. അതായത് പാർട്ടിയിൽ തനിക്ക് ശത്രുക്കൾ ഉണ്ടെന്നും തനിക്കെതിരെ നീക്കം നടക്കുന്നുവെന്നും ഒക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോവിന്ദൻ തനിക്ക് നേരെ നടത്തുന്ന നീക്കങ്ങളെയും EP ജയരാജന് വ്യക്തമായി അറിയാം. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് വീണ്ടും ബോംബ് പൊട്ടിക്കുകയാണ് EP ജയരാജൻ. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഒരു ചോദ്യം, അതായത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് താങ്കളെ മാറ്റിയത് പ്രവർത്തനത്തിലെ വീഴ്ച കൊണ്ടാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. എന്തായിരുന്നു താങ്കൾക്ക് സംഭവിച്ച വീഴ്ച എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ, ഞാനും ഗോവിന്ദനും തമ്മിൽ പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കുകയും വേണം, എന്നാൽ ഉള്ളിലുള്ള വിദ്വേഷം അത് ഗോവിന്ദനുമായി കട്ട ഉടക്കിലാണെങ്കിലും ഒന്ന് പതപ്പിക്കുന്ന സമീപനമാണ് EP ജയരാജൻ പുറത്തെടുത്തിരിക്കുന്നത്. EP പറഞ്ഞ മറുപടി, ഗോവിന്ദൻ മാഷ് അങ്ങനെ ഒന്ന് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ ശ്രദ്ധയിൽ അത്തരം ഒരു പരാമർശവും പെട്ടിട്ടില്ല. കേരളത്തിലെ ഇടതുമുന്നണി സംവിധാനം മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നത് പാർട്ടി നടപടിയല്ല, പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല മാത്രമാണത്. ഇപ്പോൾ തന്നെ എനിക്ക് കുറെ ചുമതലകൾ പാർട്ടി നൽകിയിട്ടുണ്ട്, അത് ഏറ്റെടുത്താണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ വലിയ വിദ്വേഷവും പകയും ഒക്കെ EP ജയരാജൻ MV ഗോവിന്ദനോട് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആ സമയങ്ങളിൽ MV ഗോവിന്ദനും EP ജയരാജനെതിരെ പൊതുമധ്യത്തിൽ വന്നു നിന്നാണ് ചില പ്രസ്താവനകൾ നടത്തിയത്. തിരിച്ച് EP-യും അതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല എന്ന് അങ്ങ് പറഞ്ഞ് സമർത്ഥിക്കാനുള്ള നീക്കമാണ് EP നടത്തുന്നത്. ആത്മകഥാ വിവാദത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ആദ്യം പുറത്തു വന്നതും വലിയ വാർത്തയായതും. പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിനെ കുറിച്ച് വ്യക്തിപരമായി ഒന്നും എനിക്കറിയില്ല. മാത്രവുമല്ല, ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യം എന്റെ ആത്മകഥയുടെ ഭാഗമാകേണ്ട വിഷയവുമല്ല. അതിനാൽ ഞാൻ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നത് അത് ബോധപൂർവം ഉണ്ടാക്കിയതും ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വാർത്തയാക്കിയതുമാണ്. ഇത് അന്വേഷിക്കണമെന്നാണ് ഞാൻ പോലീസിനോട് പറഞ്ഞത്. അതിൽ അന്വേഷണം നടക്കുകയാണല്ലോ. ചില കാര്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നല്ലോ. ബാക്കിയും ജനങ്ങൾക്കുടൻ വ്യക്തമാകും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം എന്തുകൊണ്ടാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായി EP മാറുന്നത് എന്ന ചോദ്യത്തിന് ഈ ചോദ്യം ഞാൻ തിരിച്ചാണ് ചോദിക്കേണ്ടത് എന്ന് EP മറുപടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ലക്ഷ്യമിട്ട് ചില വിവാദങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് BJP നേതാവ് എന്നെ വന്ന് കണ്ടുവെന്ന വാർത്തയുണ്ടാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 1 വർഷം മുൻപ് നടന്ന ഒരു കാര്യം എങ്ങനെയാണ് വോട്ടെടുപ്പ് ദിവസം വാർത്തയാകുന്നത്? ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇനിയും എഴുതി തീരാത്ത ആത്മകഥയുടെ പേരിലാണ് വാർത്ത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ആസൂത്രിതമാണ്. സർക്കാരിനെ മോശമാക്കുക എന്നൊരു അജണ്ടയുണ്ട്. അതിന് എന്നെ ആക്രമിക്കുന്നുവെന്നാണ് തോന്നിയിട്ടുള്ളത്. എന്നെ ചതിക്കാൻ ചിലർ കാത്തിരിക്കുന്നുണ്ടെന്നത് വസ്തുതയാണ്. വാർത്ത കാണുമ്പോൾ ജയരാജൻ എന്തോ മോശം ചെയ്തുവെന്ന തോന്നൽ പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാകുക എന്നൊരു ഉദ്ദേശമുണ്ട്. പാർട്ടിക്കുള്ളിലും പുറത്തും എനിക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. എന്റെ ആത്മകഥ എഴുതേണ്ടത് ഞാനാണ്. അത് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പൂർത്തിയായിട്ടില്ല. അതിന്റെ കവറോ ആമുഖമോ ഒന്നും തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നത് പ്രഖ്യാപിക്കുന്നു. അതിലുള്ളതെന്ന പേരിൽ ചില ഭാഗങ്ങൾ പുറത്തു വരുന്നു. അതും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളുടെ വോട്ടെടുപ്പ് ദിവസം. ഇതിലെല്ലാം ഒരു ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കാൻ പ്രത്യേക കാരണം വേണ്ടതുണ്ടോ എന്നാണ് EP ജയരാജൻ ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. താങ്കൾ BJP നേതാവിനെ കണ്ടതുകൊണ്ടാണല്ലോ അത്തരം വാർത്തകൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ ചോദ്യം തന്നെ ദുഷ്ടലാക്കുള്ളതാണ്. ഞാൻ BJP നേതാവിനെ കണ്ടതല്ല, അദ്ദേഹം എന്നെ വന്ന് കണ്ടതാണ്. 2 രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ പരസ്പരം കാണുന്നത് വലിയ അപരാധമാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വീടിന് മുൻപിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് ബോർഡ് വെച്ചിട്ടില്ല. ആരെങ്കിലും വന്ന് കണ്ടാൽ അപ്പോഴേക്കും മാറിപ്പോകുന്നതല്ല ഒരു കമ്മ്യൂണിസ്റ്റിന്റെ രാഷ്ട്രീയ ബോധ്യം.
കണ്ണൂരിൽ പാർട്ടി പ്രവർത്തനം തുടങ്ങുമ്പോൾ RSS അടക്കമുള്ള എതിരാളികളുടെ ഭീഷണിയും ആക്രമണവുമായിരുന്നു നേരിടേണ്ടി വന്നത്. 6 തവണ വധശ്രമം നേരിട്ടിട്ടുണ്ട്. മരണം മുഖാമുഖം കണ്ടപ്പോൾ പോലും രാഷ്ട്രീയ ബോധ്യം മാറിയിട്ടില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും EP ജയരാജൻ പറയുന്നു. എല്ലാ കാര്യങ്ങളും പാർട്ടിക്കും ബോധ്യമുണ്ട്. പാർട്ടി എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, അല്ലാതെ ചതിക്കാൻ അവസരം നോക്കി നിൽക്കുന്ന ആൾക്കൂട്ടമല്ല. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങളും അവർ അനുഭവിച്ച ത്യാഗങ്ങളും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതിനനുസരിച്ച് പരിഗണന പാർട്ടി നൽകാറുമുണ്ട്. താങ്കളുടെ ശത്രുക്കൾ പാർട്ടിക്കുള്ളിലുണ്ടോ? താങ്കളെ മാത്രം വിവാദത്തിലാക്കി കുരുക്കിയിടാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ് എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് പാർട്ടിക്കുള്ളിലുള്ളവരെ പോലും എനിക്കെതിരെ തിരിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നത് വസ്തുതയാണ്. അതിനർത്ഥം പാർട്ടിക്കുള്ളിൽ എനിക്ക് ശത്രുക്കൾ ഉണ്ടെന്നല്ല. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങളെല്ലാം പരിശോധിച്ചാൽ അത് ബോധ്യമാകും. എന്നെ സംശയത്തിൽ നിർത്തുക, അതിലൂടെ ഇടതുപക്ഷത്തിനെതിരായ വികാരം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പാർട്ടിക്കാർ കൂടി എന്നെ സംശയിക്കുന്ന സ്ഥിതി ഉണ്ടാക്കുക. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കും അത് ബോധ്യമാകും. കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും എന്നെ നന്നായി അറിയാമെന്നും EP ജയരാജൻ പറഞ്ഞു വെക്കുന്നു. എന്തായാലും EP ജയരാജൻ ഇപ്പോൾ വീണ്ടും സജീവമായി പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് പിന്നിൽ പിണറായി വിജയന്റെ കളികൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ. അതായത് EP മാറി നിൽക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. കാരണം പിണറായി വിജയനെ എല്ലാ കാലത്തും പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് EP ജയരാജനാണ്. അത് മാത്രമല്ല, പിണറായി വിജയന്റെ നേർക്ക് പോകേണ്ട ചില വിവാദങ്ങൾ അത് പിണറായിക്ക് വിടാതെ പകരം സ്വന്തം നെഞ്ചും വിരിച്ചു നിന്ന് നേരിട്ട ആളുകൂടിയാണല്ലോ EP ജയരാജൻ. എന്തായാലും വീണ്ടും EP ജയരാജൻ പാർട്ടിയിൽ സജീവമാകുന്നത് MV ഗോവിന്ദനെ ഒന്ന് ചൂടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.